ഇപ്പോൾ പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. അതിനെ എതിർത്ത് പറഞ്ഞ അവന്റെ അവിടെ ആ കോളേജിലെ ജീവിതം തീർന്നു. നിന്നെ തൊലച്ചു കളയുന്നവരാണ്, അതാണ് മാം എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ്. നിന്നെ തൊലച്ച് കളയുന്നവരുണ്ട്. അടുത്ത അറ്റൻഡൻസിന് എക്സാമിന്റെ ഒരാഴ്ച മുന്നെയാണ് നമ്മൾ മാഡത്തിന്റെ റൂമിൻ്റെ അവിടെ ക്യൂ നിൽക്കേണ്ടി. ക്യൂ നിന്ന് അകത്ത് കയറിയാൽ അവരിങ്ങനെ പേപ്പറിൽ നോക്കിയിട്ട് മാത്രമേ അറ്റൻഡൻസ് പറയുള്ളൂ. അതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അത് നോക്കിയിട്ടാണ് നമുക്ക് അറ്റൻഡൻസ് തരുന്നത്. അപ്പം അവർ മുഖം നോക്കി അവർക്ക് പറ്റുന്ന ആളാണെങ്കിൽ അറ്റൻഡൻസ് ഇട്ടെടുക്കും. അല്ലാത്തവർ വീണ്ടും വീണ്ടും ശ്രമിച്ച് ചിലപ്പോൾ കൺട്രോളിനുള്ള നമുക്ക് 20 ദിവസം കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട് യൂണിവേഴ്സിറ്റി. അതുവരെ നിഷേധിച്ചിട്ടാണ് അവിടെ ഇയർ ഔട്ട് ആക്കുന്നത്. അതിൻ്റെ ഒരു ഇരയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് കേരള ലോ അക്കാഡമി ലോ കോളേജ് കേരളത്തിലെ JNU എന്നാണ്. കേരളത്തിലെ JNU ആയി കേരള ലോ അക്കാഡമി ലോ കോളേജ് മാറുന്നുണ്ട് എങ്കിൽ രൂപം കൊണ്ടും ഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും JNUവിൽ ആരാണോ അടിച്ചമർത്താൻ ശ്രമിച്ചത് അത് മാഡം സ്മൃതി ഇറാനി ആണെങ്കിൽ സ്മൃതി ഇറാനിയാകാൻ മാഡത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ വാർത്താ സമ്മേളനം നടത്തുകയായ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.